സ്വപ്നം എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ സ്വപ്നത്തിൽ നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചാലും ചില കാര്യമൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ പഠിപ്പിസ്റ്റാണെങ്കിലും, നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ബുക്ക് പോലും നിങ്ങൾ സ്വപ്നത്തിൽ വായിക്കാൻ പറ്റില്ല. എന്തിന്? ഒരു പേപ്പർ പോലും വായിക്കാൻ പറ്റില്ല. പിന്നെ ഈ ക്ലോക്ക്, വാച്ച്, ഇതൊന്നും സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല. ഇതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ റിയൽ ലൈഫിൽ നിങ്ങൾ പുസ്തകം തുറന്ന് വായിക്കുന്ന സമയത്ത് വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ വായിക്കുന്ന സമയത്ത് വാക്കുകളൊക്കെ നിങ്ങൾ മൈൻഡിൽ റിഫ്ലക്റ്റ് ആവും. ഇപ്പോൾ ഞാൻ പുസ്തകം പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ റിഫ്ലക്റ്റ് ആയില്ലേ, ഇത് പുസ്തകം. ആ സമയത്ത് പുസ്തകത്തിൻ്റെ ഒരു ഇമേജിങ് മൈൻഡിലേക്ക് വന്നു. അങ്ങനെ നിങ്ങൾ പുസ്തകം വായിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളും അത് റിഫ്ലക്റ്റ് ആവും. അങ്ങനെയാണ് ഈ റിയൽ ലൈഫിൽ പുസ്തകം വായിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാച്ച് നോക്കുന്ന, സമയം നോക്കുന്നതൊക്കെ റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഈ പുസ്തകം വായിക്കുന്നതും സമയം നോക്കുന്നതും ഇതൊക്കെ റിയൽ ലൈഫിൽ ഈസി ആയിരിക്കും. പക്ഷേ സ്വപ്നത്തിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ ഈ ഡ്രീംസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. കോൺഷ്യസ് മൈൻഡ് അല്ലാത്ത സബ് കോൺഷ്യസ് മൈൻഡുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡ്രീംസിൽ കാണുന്നുണ്ടാവുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയാൽ ഈ ലൂസിഡ് ഡ്രീംസിനെ കുറിച്ച് അറിയില്ലേ? ലൂസിഡ് ഡ്രീംസ് പറയുന്ന സമയത്ത് നമുക്ക് ഡ്രീംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആരാണ് സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണ് സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അത് തന്നെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഈ ലൂസിഡ് ഡ്രീംസ് കാണുന്ന ആൾക്കാർക്ക് അവർക്ക് പോലും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് പുസ്തകം വായിക്കുക, കണ്ണാടിയിൽ നമ്മുടെ ഇമേജ് നോക്കുക, സമയം നോക്കുക, ഈ കാര്യങ്ങളൊന്നും അവർക്ക് പോലും പറ്റിയിട്ടില്ല എന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ സ്മെല്ല്, ടേസ്റ്റ് ഒന്നും സ്വപ്നത്തിൽ ഉണ്ടാവില്ല. അതായത് കൊറോണ വന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കറക്റ്റ് മനസ്സിലാവും. കൊറോണ വന്ന സമയത്ത് എങ്ങനെയായിരുന്നോ ടേസ്റ്റ്, സ്മെല്ല് ഒന്നും ഇല്ലാതിരുന്നത്, ആ ഒരു അവസ്ഥയിലായിരിക്കും ഈ സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് എത്ര നല്ല സ്മെല്ലുള്ള സ്ഥലത്ത്, സ്മെല്ലുള്ള ഒരു ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലുള്ള ഒരു പെർഫ്യൂം ആണെങ്കിൽ നിങ്ങൾ കണ്ടു, സ്വപ്നത്തിൽ അത് സ്പ്രേ ചെയ്തു അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തു, ഈ കാര്യങ്ങളൊന്നും സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് ടേസ്റ്റോ സ്മെല്ലോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ സ്വപ്നത്തിൽ ചിലപ്പോൾ ദാഹം ഉണ്ടാവുമായിരിക്കും. ആ ദാഹമുള്ള സമയത്ത് അടുത്തൊരു ജ്യൂസ് കടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടിക്കാനായിട്ട് കയറുന്ന സമയത്ത് കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ദാഹം ഒരിക്കലും മാറില്ല. എത്ര തന്നെ കുടിച്ചാലും ദാഹം ഒരിക്കലും മാറില്ല. അതേ സമയത്ത് നിങ്ങൾ ദാഹം മാറാനായിട്ട് ഷേക്ക്, ജ്യൂസ് ഇതൊക്കെ കുടിക്കുവാണെങ്കിൽ തന്നെ ആ ജ്യൂസിൻ്റെ ഷേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു നോർമലായിട്ട് വെള്ളം കുടിക്കുന്ന പോലെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പോലെ തോന്നുന്നുണ്ടാവുള്ളൂ, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ദാഹം ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ റിയൽ ലൈഫിലും ദാഹമുണ്ട്. അതായത് നിങ്ങളുടെ ബോഡി ആ സമയത്ത് വെള്ളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കണ്ണ് തുറന്നിട്ട് പോയിട്ട് വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ട് വന്ന് തിരിച്ച് കിടക്കുക. നിങ്ങളുടെ ബോഡിക്ക് ആ സമയത്ത് വെള്ളം വേണമെന്ന് നിങ്ങൾ ഡ്രീംസിലൂടെ പറയുന്നു. ഇതിലുള്ള കാരണം എന്താണെന്ന് ഈ ഗവേഷകർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നു വെള്ളം. ഈ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, ഈ കാര്യം ഡ്രീംസിലൂടെ ബോഡി നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഇതിലുള്ള കാരണം എന്താണെന്ന് ഗവേഷകർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ സ്വപ്നം നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആരെയും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് തീരെ അറിയാത്ത, ഒരു വിധത്തിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെയും മീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്താൽ, ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ വരുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഈ സ്വപ്നത്തിൽ കാണാൻ പറ്റൂ. ഇതിനുള്ള കാരണം എന്താണ്? അതായത് ഈ റാൻഡം ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനുള്ള കാരണം ഗവേഷകർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മീറ്റ് ചെയ്താൽ, നിങ്ങൾ ലൈഫിൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാത്രമേ സ്വപ്നത്തിൽ കാണാൻ പറ്റൂ. ഉദാഹരണത്തിന് നിങ്ങൾ 10,000 പേരുള്ള ഒരു ഈവൻറ്റിനെ വിചാരിക്കുക, ഒരു സമ്മേളനം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിലാണ് വിചാരിക്കുക. ആ 10,000 പേരെയും ലൈഫിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും സ്റ്റേജിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരാളെപ്പോലും നിങ്ങൾ സ്ട്രേഞ്ചറായിട്ട് കാണാൻ പറ്റില്ല. എല്ലാവരെയും നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ മീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോഴോ എവിടെയെങ്കിലും കണ്ട ഏതെങ്കിലും ഫേസ് തന്നെ ആയിരിക്കും അത്. ഒരിക്കലും ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഫേസിനെ നിങ്ങൾ സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എത്ര വിചാരിച്ചാലും റാൻഡം ആയിട്ടുള്ള ഒരാൾ ഫേസ് സ്വപ്നത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ 2 ഫേസ് മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ റാൻഡം ആയിട്ട് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നു പറഞ്ഞിട്ട് എത്രത്തോളം ശ്രമിച്ചാലും ഒരാളെപ്പോലും സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ പോയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പോയിട്ട് കിടന്നുറങ്ങുമ്പോഴോ ഒന്ന് ചെയ്ത് നോക്ക്, ഒരു പുതിയൊരു ഫേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഞെട്ടിക്കുന്ന കാര്യം ഞാൻ പറയാം, നിങ്ങൾ സ്വപ്നത്തിൽ ഒരു കണ്ണാടി പോലും കാണാൻ പറ്റില്ല. അതെ, ഈ സ്വപ്നത്തിൽ ഒരു കണ്ണാടി പോലും കാണാൻ പറ്റില്ല. നിങ്ങൾ അഥവാ പോയിട്ട് ഏതെങ്കിലും ഒരു കണ്ണാടി, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴോ എവിടെയെങ്കിലും കണ്ണാടി കണ്ടിട്ട് ആ കണ്ണാടി പോയിട്ട് നിങ്ങളുടെ മുഖം കാണുവാണെങ്കിൽ ആ നിങ്ങളുടെ മുഖത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മുഖം ആയിരിക്കില്ല, വേറെ ആരുടെയും മുഖമായിരിക്കും. നിങ്ങളുടെ മുഖം ഒരിക്കലും കണ്ണാടി കാണാൻ പറ്റില്ല. ഇതിനുള്ള കാരണം ഗവേഷകർ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഈ ഫിസിക്സ് ഒന്നും ഈ ഡ്രീംസ് വർക്കാവില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡ്രീംസിൽ ചിലപ്പോൾ പറക്കാൻ പറ്റും, കുറേ ദൂരം പറക്കാൻ പറ്റും, ചിറകളൊക്കെ ആയിട്ട് പറക്കാം, പിന്നെ ഉയർത്തി ചാടാൻ പറ്റും, വലിയ വലിയ മലകൾ കയറാം, ഇൻവിസിബിൾ ആകാം, ആൾക്കാർ കാണാതെ ഇൻവിസിബിളായി പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണാടി നിങ്ങൾ മുഖം കാണാൻ പറ്റില്ല. റിയൽ ലൈഫിൽ നമ്മൾ കണ്ണാടി മുഖം കാണുന്നത് പ്രകാശം വന്ന് നമ്മുടെ ബോഡി റിഫ്ലക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രതിബിംബം കണ്ണാടി കാണാൻ പറ്റുന്നത്.
ഈ ഒരു കാര്യം ഡ്രീംസ് നടക്കില്ല. അതുകൊണ്ടാണ് ഈ കണ്ണാടിയിലൊന്നും നിങ്ങൾ മുഖം കാണാൻ പറ്റില്ല എന്ന് ഗവേഷകർ പറയുന്നത്. അതായത് റിഫ്ലക്ഷൻ. റിയൽ ലൈഫിൽ നമ്മളെ കണ്ണാടി കാണുന്നത് റിഫ്ലക്ഷൻ വഴിയാണ്. ഈ റിഫ്ലക്ഷൻ ഡ്രീംസ് നടക്കില്ല. സ്വപ്നത്തിൽ ആരെങ്കിലും നിങ്ങളുടെ മുഖം നിങ്ങളുടെ കണ്ണാടി കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്വപ്നത്തിൽ ഓടാൻ കഴിയില്ല, ഒളിയാനും കഴിയില്ല. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടുമായിരിക്കും, ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ആ സെയിം സ്ഥലത്തായിരിക്കും ഓടുന്നുണ്ടാവുക. നിങ്ങളുടെ കാലൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ടാവും, പക്ഷേ ആ സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ഉയരത്തിൽ ചാടി ഓടുന്നുണ്ടാവും, പക്ഷേ സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും ഓടുന്നുണ്ടാവുക, ചാടുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആ സ്ഥലം വിട്ട് പോകാൻ പറ്റില്ല. ഇതിനുള്ള കാരണം നിങ്ങൾ ഡ്രീംസിൽ ഇങ്ങനെ ഓടുന്ന പോലെ ചാടുന്ന സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങളുടെ മോട്ടോർ റിസപ്റ്റീവ് സെൻസേഴ്സ് റെസ്റ്റിലായിരിക്കും. ഈ സമയത്ത് ബ്രെയിൻ നിങ്ങൾ ഈ സ്വപ്നം കാണുന്ന സമയത്ത് ഓടുന്ന പോലെ ചാടുന്ന പോലെ സ്വപ്നം കാണുന്ന സമയത്ത് ബ്രെയിൻ എന്തെങ്കിലും സിഗ്നൽ വരുന്നുണ്ടോ നോക്കും. ഇങ്ങനെ ഒരു സിഗ്നലും എവിടെ കിട്ടുന്നില്ലെങ്കിൽ ബ്രെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേറൊരു ആക്ഷൻ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ബ്രെയിൻ തന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനപ്പുറവും നിങ്ങൾ ഓടിയേ പറ്റൂ അല്ലെങ്കിൽ ചാടിയേ പറ്റൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടിലിൽ നിന്ന് എണീച്ച് ഓടും, അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എടുത്ത് ചാടും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ ഡ്രീംസിൽ നിന്ന് മാറിയിട്ട് ഈ മോട്ടോർ സെൻസേഴ്സ് വർക്കായിട്ട് ഈ കട്ടിലിൽ നിന്ന് എണീച്ച് ഓടിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ചില ആളുകൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് എണീച്ച് നടക്കില്ലേ, അതിന് ഇതാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. ചില ആളുകൾ, വളരെ കുറച്ച് ആൾക്കാർക്ക് ഈ മോട്ടോർ റിസപ്റ്റീവ് സെൻസേഴ്സ് ഇല്ലേ, ഇതിൽ ഓവർകം ചെയ്ത് സ്വപ്നം കാണാൻ പറ്റും. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ഈ മോട്ടോർ റിസപ്റ്റീവ് സെൻസേഴ്സിന് ഓവർകം ചെയ്ത് സ്വപ്നം കാണുവാണെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രീമായിട്ട് ഈ മോട്ടോർ റിസപ്റ്റീവ് സെൻസേഴ്സിനെ ഓവർകം ചെയ്തേ പറ്റുന്ന സ്വപ്നം കാണുവാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഓടുന്ന പോലെ അല്ലെങ്കിൽ ചാടുന്ന സ്വപ്നം കാണുവാണെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യുന്നുണ്ടാവും. അതായത് ബെഡിൽ നിന്ന് എണീച്ച് ചാടും, ആ ബെഡിൽ നിന്ന് റൂം തുറന്ന് എണീച്ച് പുറത്തേക്ക് ഓടും. അതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങൾ ഈ മോട്ടോർ റിസപ്റ്റീവ് സെൻസേഴ്സിനെ ഓവർകം ചെയ്ത് സ്വപ്നം കാണുന്ന പോലെ ശ്രമിക്കുവാണെങ്കിൽ അത് റിയൽ ലൈഫിൽ നടക്കും. പക്ഷേ അത് മെജോറിറ്റി ആൾക്കാർക്ക് നടക്കില്ല, മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ഈ ഡ്രീംസ് കാണുന്ന സമയത്ത് ഞെട്ടി എണീക്കും. എന്തിനെ എണീച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ മരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു എന്ന്. ഈ മരിക്കുന്ന ഒരു സ്വപ്നം കാണും അല്ലെങ്കിൽ ഇന്ന് ഡേഞ്ചറസ് സ്വപ്നം കാണുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചാടി എണീക്കും. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കിയാൽ, ഈ പ്രത്യേകിച്ച് ഈ മരിക്കുന്ന സ്വപ്നം കാണുവാണെങ്കിൽ ഈ ബ്രെയിന് ആ സമയത്ത് എന്താ സിഗ്നൽ കൊടുക്കണമെന്ന് അറിയില്ല. കാരണം ആഫ്റ്റർ ഡെത്ത് എന്ന് സംഭവിക്കാൻ നമുക്കറിയില്ല. ആ സമയത്ത് ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ ഡെത്ത് സ്വപ്നം കാണുവാണെങ്കിൽ ബ്രെയിൻ സമയത്ത് കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആ സമയത്ത് എന്താ സിഗ്നൽ കൊടുക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബ്രെയിൻ പെട്ടെന്ന് നിങ്ങളെ എണീപ്പിക്കും. കാരണം ആഫ്റ്റർ ഡെത്ത് എന്താ സംഭവിക്കാൻ അറിയില്ലല്ലോ. ആ ഡ്രീം ബ്രേക്ക് ചെയ്തിട്ട് ഓർക്കത്തിൽ നിന്നിട്ട് പെട്ടെന്ന് എണീപ്പിക്കും നിങ്ങളെ. പിന്നെ ഈ ഡ്രീംസിൽ പല കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഇത് എവിടെ നിന്ന് തുടങ്ങി, ഇതെവിടെ അവസാനിക്കും, ഇതിനിടയ്ക്ക് ആൾക്കാർ പെട്ടെന്ന് വന്നു പോയി, ഇതൊക്കെ ആൾക്കാർ ആരൊക്കെയാണ്, ഈ സിറ്റുവേഷനിൽ ഇയാളെ മീറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്, ആ ഒരു വസ്തു നിൽക്കുന്നില്ല, അത് എന്തിനാണ്, ഇപ്പോൾ സംഭവിച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഈ സ്വപ്നം തുടങ്ങുന്നത് ഒരു ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ബന്ധമില്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. അതായത് തുടങ്ങിയെന്ന് അറിയില്ല, അവസാനിക്കുകയെന്ന് അറിയില്ല, ഒരു ബന്ധമില്ലാത്ത സിറ്റുവേഷനിലായിരിക്കും. നിങ്ങൾ ആ സമയത്ത് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണുന്ന വസ്തുക്കൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നേരത്തെ അറിയുന്നുണ്ടാവും. അതായത് നിങ്ങൾ മൈൻഡിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ബ്രൗൺ കളർ ലെതർ ഷൂ കാണുവാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അതേസമയം ഒരു ബ്ലൂ കളർ ലോലിപോപ്പ് കാണുവാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നിങ്ങൾ ഡ്രീംസ് കാണുന്ന സമയത്ത് നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ ഈ ബ്രൗൺ കളർ ലെതർ ഷൂ കാണും. അതും അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഡ്രീം കാണുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഈ ബ്ലൂ കളർ ലോലിപോപ്പ് കാണും. ഇങ്ങനെ പല കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇവിടെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് രജിസ്റ്റർ ആവും. അപ്പോൾ നിങ്ങൾ ഡ്രീംസിൽ അത് റിഫ്ലക്റ്റ് ആവും. അങ്ങനെ ഒരു കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഏതൊരു ഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ എവിടെ നിന്ന് കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡ്രീംസിലേക്ക് വരും. അതായത് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഡ്രീംസ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നേരത്തെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. എവിടെയെങ്കിലും ലൈഫിൽ ഏതെങ്കിലും സ്റ്റേജിൽ ആരെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ എവിടെയും വായിച്ചതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതൽ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡ്രീമിലും റിഫ്ലക്റ്റ് ആവും. അങ്ങനെയാണ് നിങ്ങൾ സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ കാണുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും. പക്ഷേ നിങ്ങൾ ഓർത്തെടുക്കാൻ കുറേ ശ്രമിച്ചാലും ചില പറ്റില്ലായിരിക്കും. അത് ഇമ്പോസിബിൾ ആയുള്ള കാര്യമാണ്.